ചരിത്രമുറങ്ങുന്ന കുറേ സ്ഥലങ്ങൾ നമ്മുടെ പാലക്കാടുണ്ട്. ചില സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം, പക്ഷെ അറിയാതെ പോകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ഒരു കമ്പാരിസൺ നടത്തിയാൽ അറിയാതെ പോകുന്ന സ്ഥലങ്ങളായിരിക്കും കൂടുതൽ. ചരിത്രമുറങ്ങുന്ന പറളിയിലും കോങ്ങാടും ഉള്ള 2 സ്ഥലങ്ങളിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. നമ്മളിൽ പലരും ആ വഴി പോയിട്ടുണ്ടാവും. ചരിത്രമുറങ്ങുന്ന പഴയൊരു പാലം പറളി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. പുതിയ പാലം വന്നപ്പോൾ ഈ പാലത്തിനാരും തിരിഞ്ഞു നോക്കാതെ. പക്ഷെ ഈ നാട്ടുകാർക്ക് ഈ പാലം ഇപ്പോഴും പ്രിയപ്പെട്ടതാണ്. കാരണം ഈ നാട്ടിലുള്ള ഒരാൾ വഴിയാണ് ഈ പാലത്തിനെ കുറിച്ച് അറിയാനിടയായത്. ആദ്യമായിട്ടല്ല ഇതുവഴി പോകുന്നത്, ഒരുപാട് തവണ ഇതുവഴി പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പാലം ഇവിടെ ഉണ്ടെന്നറിയാതെ, ഇങ്ങോട്ടൊന്ന് എത്തി നോക്കുക പോലും ചെയ്യാതെ ഇതുവഴി കടന്നു പോയിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ നമുക്ക് പറളി പുതിയ പാലം കാണാൻ പറ്റും. 1852 ഈ പാലത്തിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുന്നത്. റോബിൻസൺ എന്ന് പറഞ്ഞ അന്നത്തെ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഈ പാലം പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ പാലക്കാട്ടുകാർക്ക് പരിചിതമായ ഒരു പേരാണ് റോബിൻസൺ. കാരണം ഈ പേരിലൊരു റോഡ് നമ്മുടെ പാലക്കാട് ടൗണിലുണ്ട്. പാലക്കാടുള്ള ഏറ്റവും പഴയ പാലങ്ങളുടെ കണക്കെടുത്ത മുൻപന്തിയിൽ തന്നെ പറളിപ്പാലം ഉണ്ടാവും. ഈ ബ്രിഡ്ജിന്റെ സൈഡിൽ കൂടെ പുഴയുടെ അടുത്തേക്ക് പോകാൻ സ്റ്റെപ്സ് കൊടുത്തിട്ടുണ്ട്. ഇതുവഴി ഇറങ്ങി നോക്കിയാൽ നമുക്ക് ബ്രിഡ്ജിന്റെ കംപ്ലീറ്റ് വ്യൂ കിട്ടും. ഈ പുഴയിൽ കുളിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ ഇവിടെ വരാറുണ്ട്. ഈ ഒരു പാലത്തിന്റെ ആർക്കിടെക്ചർ വിദേശ രാജ്യങ്ങളിലുള്ള പാലങ്ങളുമായിട്ട് സാമ്യം തോന്നുന്ന രീതിയിലാണ്. പാലക്കാടുള്ള ഏറ്റവും പഴയ പാലങ്ങളിലൊന്നാണ് ഈ പാലം. ഈ പുഴ ശോകനാശിനിയാണോ കണ്ണാടിപ്പുഴയാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെയുള്ളവർ ഭാരതപ്പുഴയാ എന്ന് തന്നെ പറയുന്നത്. പാലക്കാടുള്ള ഓരോരുത്തരും അറിയേണ്ട ഒരു സ്ഥലമാണ് ഈ പാലം. ഇനി എത്ര നാളിവിടെ കാണും, ആ തീരുമാനം നമ്മുടെ കൈകളിലാണ്. പുതുമയ്ക്ക് പഴമ വഴിമാറിക്കൊടുത്ത ഒരു ഉത്തമ ഉദാഹരണം ഈ പാലം. ഇതുവഴി വരുമ്പോൾ ചരിത്രമുറങ്ങുന്ന ഈ പഴയ പാലം ശ്രദ്ധിക്കാതെ പോകരുത്. ഇനി നമ്മൾ പോകുന്നത് കോങ്ങാടിലേക്കാണ്. കോങ്ങാടുള്ള ഒരു തറവാട് കാണാൻ. ഈ തറവാടിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടി അറിയാനിടയായി. 12 വർഷത്തിലൊരിക്കൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ മണൽപ്പുറത്ത് നടക്കുന്ന ഒരു മഹാമേളയുണ്ടായിരുന്നു, മാമാങ്കം. മലയാളക്കര കൊണ്ടാടിയ വിദേശ രാജ്യങ്ങളിലും പ്രശസ്തമായ ഒരു മഹാമേളയായിരുന്നു ഈ മാമാങ്കം. പക്ഷെ ഈ മഹാമേളയ്ക്ക് പിന്നിൽ ഒരു പോരാട്ടത്തിന്റെ കഥ കൂടിയുണ്ട്. മാമാങ്കത്തിന്റെ അധികാരം വെള്ളാട്ടിരിയെ തോൽപ്പിച്ച് സാമൂതിരി കൈക്കലാക്കി. സാമൂതിരി പട ശക്തമായതിനാൽ നേർക്കുനേറുള്ള യുദ്ധം അസാധ്യമായിരുന്നു. തോൽവി സമ്മതിക്കാതെ, അടിമക്കൊടി അയക്കാതെ വള്ളുവനാടിന്റെ രാജാവ് ഓരോ മാമാങ്കത്തിനും തൻ്റെ മികച്ച യോദ്ധാക്കളെ ചാവേറുകളായി അയക്കാൻ തുടങ്ങി. മരണം വരെയും പോരാടുവാൻ കഴിവുള്ള ധീര യോദ്ധാക്കളായിരുന്നു ഈ ചാവേറുകൾ. വെള്ളാട്ടിരിയുടെ ചാവേറുകളുടെ നേതൃത്വം പ്രധാനമായും ചന്ദ്രത്തിൽ പണിക്കർ, പുതുമന പണിക്കർ, കോവിൽക്കാട്ട് പണിക്കർ, വേർക്കോട്ട് പണിക്കർ എന്നീ 4 പടനായർ കുടുംബങ്ങളെയാണ് ഏൽപ്പിച്ചിരുന്നത്. ഞാൻ ഈ പറഞ്ഞ പേരുകളിൽ അവസാനത്തെ പേര്, അതായത് വേർക്കോട്ട് പണിക്കർ, ഈ പടനായർ കുടുംബത്തിൽപ്പെട്ട ഒരു തറവാടിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പച്ചപ്പുകൾക്കിടയിൽ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു തറവാട്. ചരിത്രം മാറ്റിവെച്ച് ഈ തറവാട് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് കാണാം. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഈ തറവാടിന് 3 നിലയുണ്ട്. ഏകദേശം 100 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ളൊരു തറവാടായത് എന്ന് അറിയാൻ കഴിഞ്ഞത്. ഒന്നുകൂടി ഞാൻ പറയാം, ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ആ ഒരു രീതി ഒരിക്കലും പറയില്ല ഇത് ഇത്രയും പഴക്കമുള്ള ഒരു വീടാണെന്ന്. ഒരു കാലത്ത് ഇതുപോലുള്ള തറവാടുകളിൽ ഒരുപാട് പേര് താമസിച്ചിരുന്നു. ഇന്ന് അത് മാറി റിട്ടയർ ആയ 1-2 പേര് മാത്രമായി ചുരുങ്ങി. സത്യം പറഞ്ഞാൽ ഇതുപോലുള്ള നാട്ടുമ്പുറങ്ങളിൽ താമസിക്കുന്നവരോട് എനിക്ക് ഭയങ്കര അസൂയ. കാറുകളൊന്നും ഇതുവഴി കയറി വരാത്ത കാരണം വലിയൊരു ഗേറ്റ് പണിതപ്പോൾ ഇത് ഉപയോഗശൂന്യമായി മാറി. ഇതിനു മുമ്പും കോങ്ങാട് വന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു, ഇവിടെ ഏറ്റവും കൂടുതൽ റബ്ബർ തോട്ടങ്ങൾ. ഈ വീടിനു ചുറ്റും അത് തന്നെ കാണാൻ പറ്റുന്നത്. ഈ തറവാടിന് ചുറ്റും പച്ചക്കറി തോട്ടം, ഈ വീടിന് മുന്നിൽ ചെറിയൊരു പൂന്തോട്ടവും കാണാൻ പറ്റും. നമ്മുടെ പറമ്പിലുണ്ടാക്കിയ പച്ചക്കറിയൊക്കെ കഴിക്കുക, അതൊക്കെ ഒരു സുഖമുള്ള കാര്യമല്ല. തുളസിയെ നമ്മൾ ആരാധിക്കാറുണ്ട്. ഇതിനു പിന്നിലുള്ള ഐതിഹ്യം എനിക്കറിയില്ല. ഇതുവഴി നമ്മൾ പ്രകൃതിയെ തന്നെയല്ലേ ആരാധിക്കുന്നത്. പഴയ കാലത്തെ പശുത്തൊഴുത്ത് ഇപ്പോൾ കാർ പാർക്കിംഗ് ഏരിയയെ മാറ്റിയിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു കുളമുണ്ട്, നമുക്കത് കാണാൻ പോവാം. തറവാട്ടിലുള്ളവരും ഈ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഈ കുളം ഉപയോഗിക്കുന്നുണ്ട്. ഈ തറവാടിന് ചുറ്റും എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ്, റബ്ബറും മാവും പ്ലാവും തെങ്ങും വാഴത്തോട്ടവും പച്ചക്കറി തോട്ടവും. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര സന്തോഷം തോന്നും. ഇനി ഇവിടെ ഒരു വറ്റാത്ത കിണർ കൂടിയുണ്ട്. 1-ലധികം ഫാമിലീസിന് ഈസിയായി ജീവിച്ചു പോകാനുള്ള എല്ലാ ഈ തറവാട്ടിലുണ്ട്. എല്ലാ തറവാടും ഇതുപോലെ തന്നെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് വേണ്ടതെല്ലാം അവിടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ തറവാടിൻ്റെ അകത്തൊന്ന് കണ്ടു നോക്കാം. പഴമയെ അതുപോലെ നിലനിർത്താൻ ഈ തറവാട്ടിലുള്ളവർ ശരിക്കും ശ്രമിച്ചിട്ടുണ്ട്.
എന്നാലും കാലപ്പഴക്കം കാരണം ചിലത് നശിച്ചു പോകും. അങ്ങനെ നശിക്കാൻ തുടങ്ങിയ ഭാഗം മാത്രം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഈ തറവാട് ഇനിയും കുറെ കാലം നിലനിർത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. പല തറവാടിന്റെ വീഡിയോസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വർഷങ്ങളായ തറവാടുകൾ കേടുപാട് കൂടാതെ നിലനിൽക്കുന്നതിന്റെ പ്രധാന കാരണം അതിൽ ഉപയോഗിച്ചിരിക്കുന്ന മരങ്ങൾ തന്നെ. ഈ സ്റ്റെയർ കേസ് ഒക്കെ കണ്ടാൽ തന്നെ അറിയാം, ഇത്ര കാലമായിട്ടും ഒരനക്കും ഇതിന് പറ്റിയിട്ടില്ല. മുകളിലത്തെ നിലയിലും കുറച്ച് റൂംസ് ഉണ്ട്. ഇവിടുത്തെ ജനാലയിൽ കൂടെ നോക്കിയാൽ നമ്മൾ ആദ്യം കണ്ട ആ പഴയ ഗേറ്റ് വരെ ക്ലിയർ ആയി കാണാൻ പറ്റും. പഴയ മരത്തിന്റെ ഫർണിച്ചറുകളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് അതേപടി ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ ചാരു കസേരയിലൊക്കെ കാറ്റും കൊണ്ടൊന്ന് കിടന്നാൽ മതി, ഉറക്കം അപ്പ വരും. ഈ തറവാടിന്റെ തൊട്ടപ്പുറത്ത് വലിയൊരു ക്ഷേത്രമുണ്ട്. അതായത് ഈ തറവാടിന്റെ മതിലിനപ്പുറത്ത് തന്നെ ആ ക്ഷേത്രം. ചെറായ മൂന്നുമൂർത്തി ക്ഷേത്രം, ആ പേരിൽ തന്നെയുണ്ട് ഈ ക്ഷേത്രത്തിനെ കുറിച്ച്. അതായത് വിഷ്ണു, ശിവൻ, ശങ്കരനാരായണൻ, ഈ 3 പ്രതിഷ്ഠകളാണ് ഇവിടെയുള്ളത്. ക്ഷേത്രത്തിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് നാഗക്ഷേത്രം കാണാൻ പറ്റും. ഇവിടെ വലിയൊരു ആൽമരമുണ്ട്. എത്ര ചൂടുള്ള സമയത്ത് വന്നാലും ഈ മരത്തിന്റെ തണലും തണുപ്പും ഇവിടെ ഉണ്ടാവും. വളരെ പഴക്കം ചെന്ന ഒരു ക്ഷേത്രമാണിതെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ എത്ര വർഷം പഴക്കമുള്ളതാണെന്ന് ഇതുവരെ ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ബലിക്കല്ലിലുള്ള ലിപി നോക്കിയാൽ ഈ ക്ഷേത്രം എത്ര വർഷമായി എന്ന് കണ്ടുപിടിക്കുന്നത്. പക്ഷെ ഈ ബലിക്കല്ലുകളിൽ നിന്ന് അത് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് അറിയാൻ കഴിഞ്ഞത്. ബലിക്കല്ലിലുള്ള ലിപി നോക്കി ക്ഷേത്ര പഴക്കം കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യം എനിക്കൊരു പുതിയ അറിവായിരുന്നു. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി ഒന്ന് കാണാം. പച്ചപ്പുകൾക്കിടയിലുള്ള ഒരു ചെറിയ ക്ഷേത്രം. ഈ അടുത്ത കാലത്ത് ഈ ക്ഷേത്രം ഈ ഒരു രീതിയിൽ പണി കഴിപ്പിച്ചത്. ഇവിടെ മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയുണ്ട്. പിന്നെ കിരാതമൂർത്തി, ശിവന്റെ പ്രതിഷ്ഠയായ കിരാതമൂർത്തി. പിന്നെയുള്ള പ്രതിഷ്ഠ ശങ്കരനാരായണ പ്രതിഷ്ഠ. അതായത് കൈലാസനാഥനും വൈകുണ്ഠനാഥനും ആലിംഗനം ചെയ്യുന്ന ഒരു സാങ്കല്പിക പ്രതിഷ്ഠ. നമ്മൾ വന്നതല്ലാതെ ഈ ക്ഷേത്രത്തിലേക്ക് വേറൊരു എൻട്രൻസ് കൂടിയുണ്ട്. ഇതുവഴി ഇറങ്ങുമ്പോൾ തനതായ പാലക്കാടൻ കാഴ്ചയിലേക്കാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. ഇതുവഴി കാൽനടക്കാർക്ക് മാത്രമേ കയറി വരാൻ പറ്റൂ. നമ്മുടെ തറവാട്ടിനുള്ളിൽ നിന്ന് കണ്ട കുളം അത്. പുറത്തു നിന്നും കുളത്തിലേക്ക് ഒരു കടവ് കൊടുത്തിട്ടുണ്ട്. നാട്ടുകാരും ഈ കുളം ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് ഞാനാ പറഞ്ഞ അമ്പലത്തിലേക്കുള്ള മറ്റൊരു എൻട്രൻസ്. ഇനിയാണ് നമ്മുടെ തനി പാലക്കാടൻ കാഴ്ച കൺമുന്നിലേക്ക് കടന്നു വരുന്നത്. കൊയ്ത്ത് കഴിഞ്ഞ പാടശേഖരങ്ങളാണ്, എന്നാലും ഇത് കാണാനും ഒരു പ്രത്യേക രസമുണ്ട്. പാലക്കാടൻ ചൂട് കാറ്റും കൊണ്ട് നടക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക ഫീല്. ഇതൊക്കെ കാണുമ്പോൾ ഇവനെന്താ വട്ടാണോ എന്നൊക്കെ പലർക്കും തോന്നാം. സത്യം തന്നെയാണ്, പാലക്കാടിനോടുള്ള സ്നേഹം കൂടി ഉണ്ടായ ഒരു തരം വട്ട്. ഇതുപോലുള്ള ഈ വട്ടുള്ള ഒരുപാട് പേര് കാണും. അതായത് ഈ നാട് വിട്ടു നിൽക്കുന്ന, ഈ നാട്ടിലോട്ടൊന്ന് എത്തിയാൽ മതി എന്നാഗ്രഹിക്കുന്ന ഒരുപാട് പേര്. അപ്പോൾ റബ്ബർ തോട്ടങ്ങൾ മാത്രമല്ല, നെൽപ്പാടങ്ങളും കരിമ്പനകളും ഇവിടെയുണ്ട്. നമ്മൾ ഈ നെൽപ്പാടങ്ങളിൽ കൂടെ വെയിലും കൊണ്ട് നടക്കുന്ന ഇവിടെ അടുത്തൊരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അങ്ങോട്ട് പോകാനുള്ള മനോഹരമായ വഴിയത്. അങ്ങ് ദൂരെ ആ പച്ചപ്പുകൾക്കിടയിൽ കാണുന്ന അയ്യപ്പ ക്ഷേത്രം. ഒരു ഗ്രാമാന്തരീക്ഷത്തിൻ്റെ എല്ലാ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇതുവഴി നടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ചൊരു സംശയം, പാടത്ത് കാണുന്ന ഈ സംഭവം എന്താ? വൈക്കോല അത് മെഷീൻ ഉപയോഗിച്ച് കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെയാണ് അത് വരുന്നത്. ഇതിൻ്റെ ഫോട്ടോ എടുത്ത് ഇവിടെ അടുത്തുള്ള ഗൂഗിൾ എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഫ്രണ്ടിനെ അയച്ചപ്പോഴാണ് ഇതിനുള്ള ഉത്തരം കിട്ടിയത്. നമ്മളങ്ങനെ മനോഹരമായ കാഴ്ചകളും കണ്ട് നടന്ന് അയ്യപ്പൻകാവിൻ്റെ അടുത്തെത്തി. നമ്മൾ കണ്ട മൂന്നുമൂർത്തി ക്ഷേത്രത്തിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മൾ നിൽക്കുന്നിടത്ത് നിന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അയ്യപ്പ ക്ഷേത്രം കാണാൻ പറ്റും. ശിവനും അയ്യപ്പനും നേർക്കുനേരെ അവിടെ ഇരിക്കുന്നത്. പാലക്കാടൻ ഗ്രാമത്തിൻ്റെ കാറ്റും കൊണ്ട് നടന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഇന്ന് എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.